ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മനോഹരം സാരിയും കൂടി കരിക്ക കുടിച്ചിട്ട് വീണ്ടും വണ്ടിയിലേക്ക് കയറുമ്പോൾ സാരിയെ ചോദിക്കണ്ടോ, അതെ മനുവേട്ടനെ പോലത്തെ കുറേ പേരുണ്ടെന്ന് തോന്നണല്ലോ, എവിടെ പോയാലും മനുവേട്ടനെ പോലത്തെ ആൾക്കാരെ പരിചയമായിട്ട് അടുത്തേക്ക് വരാറുണ്ടല്ലോ. അതേ മോളു, എന്നെ പോലത്തെ സാമ്യമുള്ള ഒരു ഫ്രോഡ് ഉണ്ടെന്ന് തോന്നണു. അവൻ ഭയങ്കര ഫ്രോഡാണ് കേട്ടോ. അവന് ഉദ്ദേശിച്ച ആൾക്കാരെ എന്നെ വന്ന് സംസാരിക്കണത്. അവരൊരുപാട് പെണ്ണുകളെ ചതിച്ച ആളാന്ന് തോന്നുന്നു. അതേ മനുവേട്ടൻ അത് പറഞ്ഞാൽ ശരിയാട്ടോ. മനുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് അടിയൊക്കെ കിട്ടാറുണ്ടല്ലോ, അത് അവൻ കാരണമായിരിക്കും. ശരിയാ മോളു, അവൻ കാരണം തന്നെയായിരിക്കും. മോള് വാ, നമുക്ക് കയറാം എന്ന് പറയുന്നത് മോളുടെ മനസ്സിന്റെ ആശ്വാസം കിട്ടിയില്ലേ? കിട്ടി മനുവേട്ടത്തെ എല്ലാ സത്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം കിട്ടി. മോള് വാ കയറ് എന്ന് പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറ്റുവാണ്. ശേഷം മനോഹർ മനസ്സ് വിചാരിക്കണം, ഈശ്വര, ആ നളിനാക്ഷന്റെ മോളെ കെട്ടിയ കാര്യമാണ് പറഞ്ഞത്. 30 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയാണ് കിട്ടിയതെന്ന്. എന്താ മനുവേട്ട ആലോചിക്കണത്? ഒന്നുമില്ല മോള്. മനുവേട്ട എന്തിനും മനസ്സിലുണ്ടെങ്കിൽ പറ മനുവേട്ട. ഒന്നുമില്ല മോളു എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി എടുക്കുകയാണ്. അതേസമയം രാഹുലും ഷാരിയും കൂടി ഇവനെ ആലോചിച്ചിങ്ങനെ നിൽക്കാട്ടോ. മോളെ കൊണ്ട് പോയിട്ട് കുറേ നേരമായില്ല അവൻ എന്ന് പറയുമ്പോഴേക്കും ഷാരി പറയുന്നുണ്ട്, അതെ കുറേ നേരമായി, അതന്നെയാ ടെൻഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവൻ എന്തെങ്കിലും ചെയ്തൂടെ? എന്ത് ചെയ്യാനാ? അവനെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ മോൾക്ക് ഭ്രാന്ത് പിടിക്കും എന്നിങ്ങനെ പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ മനോഹറും അതുപോലെ തന്നെ സരിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കരുനാക്കെടുത്ത് വളച്ചു, ദേ വരുന്ന രണ്ടുപേരും എന്നിങ്ങനെ പറയാണ് ഷാരി. അങ്ങനെ മനോഹറും സരിയും കൂടി വരുമ്പോഴേക്കും മനോഹർ പറഞ്ഞത്, മോളെ ദേ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് രണ്ടും കൂടിയിട്ട് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ രണ്ടുപേരുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും മനോഹർ രാഹുലും ചോദിക്കേണ്ടല്ല, എത്ര നേരം നിങ്ങൾ പോയിട്ട് എവിടെ പോയതായിരുന്നു എന്ന് പറയുമ്പോൾ സരി എടുത്തു വയ്ക്ക് പറയണ്ടേ, എവിടെയെങ്കിലും പോയാൽ നിങ്ങളടുത്ത് പറയണമെന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും മനോഹർ പറയണ്ടേ, നിങ്ങളായിട്ട് ഇവിടെ നിന്നിട്ട് എൻ്റെ മോൾക്ക് ഭ്രാന്ത് പിടിക്കായിരുന്നു. പുറത്ത് പോയിട്ട് വന്നപ്പോഴാണ് മോൾക്കൊരു ആശ്വാസം കിട്ടുന്നത്. കണ്ടില്ലേ, മോളുടെ മുഖം കണ്ടില്ലേ, എന്തൊരു ആശ്വാസം കിട്ടിയെന്നറിയാവും മോൾക്ക് എന്നിങ്ങനെ പറയാണ്. നീയാണോ ആ ആശ്വാസം എന്ന് രാഹുൽ ചോദിക്കുമ്പോൾ പിന്നെ സംശയം എന്താ, ഞാൻ തന്നെയാ മോളുടെ ആശ്വാസം എന്ന് പറയുമ്പോൾ സാരിയോ പറയണ്ടേ, അതെ മനുവേട്ടനുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. മനുവേട്ടനില്ലെങ്കിൽ എനിക്ക് എപ്പോഴേ ഭ്രാന്ത് പിടിച്ചാനേ എന്നിങ്ങനെ പറയാണ്. ഭ്രാന്ത് പിടിക്കും എന്നിങ്ങനെ രാഹുൽ പറയുമ്പോൾ അതെ ഭ്രാന്ത് പിടിക്കും, തീർച്ചയായിട്ടും ഭ്രാന്ത് പിടിക്കുമായിരുന്നു. മനുവേട്ട നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം മനുവേട്ട. അതേ മോള് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാം, അല്ലെങ്കിൽ മനുവേട്ട ഒരു വാടക വീടെടുത്തിട്ടും ഒരു മാസം വാടക വീട്ടിലെങ്കിലും നിൽക്കാം എന്നിങ്ങനെ പറയാണ്. ശരി മോള്, അതെന്താ വെച്ചാൽ നമുക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ രാഹുൽ പറയണ്ട, ഇവൻ കുറേ നിന്നെ കൊണ്ടുപോകും, എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണത് എന്ന് പറയുമ്പോഴേക്കും മനുവേട്ട ഇങ്ങനെയൊക്കെ പറയാനല്ലേ, മുഖം നോക്കി ഒന്ന് കൊടുത്തോ എന്ന് പറയാണ് സരിയോ. അതെ എനിക്കങ്ങനെ കൊടുക്കാൻ പറ്റില്ല മോളൂ, കാണുന്ന ഞാൻ മൂത്രത്തിൽ തല്ലി ശീലിച്ചിട്ടില്ല മോളൂ, അതന്നെയാണ് എൻ്റെ പരാജയം എന്നിങ്ങനെ പറയുമ്പോൾ സരിയോ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ശീലിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ഭർത്താവിന് ഇതിൽ പറയാനുണ്ട്, അമ്മയാണ് അച്ഛനാണെന്ന് ഞാൻ നോക്കുന്നില്ല, ഞാൻ മുഖം അടിച്ച് ഒരെണ്ണം തരും, വാ മനുവേട്ട നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് സരിയോ മുകളിലേക്ക് പോകുക കേട്ടോ. ആ സമയത്ത് മനോഹർ പറയണ്ട, മോള് പറഞ്ഞത് കേട്ടല്ലോ, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോ, സത്യങ്ങൾ ഇതിൽ വിളിച്ചു പറയുന്നുണ്ട്, ഞാനും പല സത്യങ്ങളും മോളോട് വിളിച്ചു പറയൂ, എന്നിട്ട് മോള് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ കഴുത്തിനെ കയറി പിടിച്ചെന്ന് വരും, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോകുകയാണ്. മോളു ഞാൻ വരുവാ എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോവാ. അവർ പോയി കഴിയുമ്പോഴേക്കും ഷാരി രാഹുലിനോട് പറയണ്ടേ, നിങ്ങളെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ, 2 പ്രാവശ്യം ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നതാണ്, അങ്ങനെയുള്ള നിങ്ങളെ അയാളെ കൊന്നു കഴിഞ്ഞാൽ ഒരു ശിക്ഷയും കിട്ടാൻ പോലില്ല, അവരെ പോലത്തെ ഒരാളെ കൊല്ലണേ നല്ലത്. ശാരി അങ്ങനത്തെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ മോളുടെ മാനസിക നില തെറ്റിപ്പോവും, പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവളെ കൊണ്ടേ പുഴുങ്ങി തിന്നാം, എന്താ മതിയോ എന്ന് ഷാരി ചോദിക്കുമ്പോൾ പിന്നെ രാഹുലൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ മുകളിൽ പോയിട്ട് സരയും മനോഹർ അങ്ങനെ നിൽക്കുവാണ്. അതേസമയം നമ്മുടെ ബൈജുവും അതുപോലെ തന്നെ കാർത്തികയും ലക്ഷ്മിയും കിരണൊക്കെ ഉമ്മറത്തിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടോ. ബൈജു ആ വീഡിയോ എടുത്തിട്ട് ഇടയ്ക്കൊക്കെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ബൈജു നീ ചിരിക്കണത് എന്ന് കിരൺ ചോദിക്കുമ്പോൾ, അളിയ ഇത് കണ്ടില്ലേ, ഇത് കണ്ട എങ്ങനെ ചിരിക്കാണ്ടിരിക്കുന്നു, നോക്കി എല്ലാ വീഡിയോ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ കിരണും അതുപോലെ കല്യാണിയും അതുപോലെ തന്നെ ദീപയും കൂടി കുറേ പലഹാരങ്ങളായിട്ട് അങ്ങോട്ടേക്ക് വരുവാട്ടോ. ഇതൊക്കെ കഴിക്കുക എന്ന് പറയുമ്പോൾ കാർത്തിക പറയണ്ട, അല്ല ഇതൊക്കെ കഴിച്ചാൽ വയറിന്നറിയുമല്ലോ, പിന്നെ സദ്യ കഴിക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും കിരൺ പറയണ്ട, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇതൊക്കെ കഴിക്കുന്ന പറയുമ്പോൾ ബൈജു പറയണ്ട, എൻ്റെ ലക്ഷ്മി അമ്മ ഇതൊക്കെ കഴിക്കേ, അതേ കല്യാണിക്കല്ല അമ്മ എന്തുണ്ടാക്കിയ നല്ല സ്വാദ, ഇത് ഉണ്ടാക്കിയ സദ്യയൊക്കെ കഴിച്ചോളൂന്നേ, ഇതൊക്കെ കഴിക്കുമെന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും ജ്യൂസും മധുരപലഹാരങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കും കേട്ടോ. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, അത് ബൈജു പറഞ്ഞ ശരിയാട്ടോ, ഇവള് അമ്മ എന്തുണ്ടാക്കിയ പ്രത്യേക സ്വാദ, ഇവിടെ എന്നെ വീഴ്ത്തിയത് അങ്ങനെയാണല്ലോ, ക്യാൻറ്റീനിൽ വന്ന് നിന്നിട്ട് നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് എന്നെ വീഴ്ത്തിയതാണല്ലോ, അത് കൊള്ളാലോ കിരണേട്ടാ എന്ന് കല്യാണി പറയുമ്പോഴേക്കും ബൈജു പറയുന്നുണ്ട്, കാർത്തികയുടെ അമ്മ അത് മാത്രം സത്യം എന്ന് വിചാരിക്കല്ലേ, കല്യാണിയുടെ നല്ല സ്വഭാവം കണ്ട് അളിയൻ ഫ്ലാറ്റ് ആയിട്ട് പുറകെ പോയതാണെന്ന് പറയുമ്പോൾ അവരെല്ലാം പൊട്ടിച്ചിരിക്കുക കേട്ടോ. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, അല്ല ഇനി നമ്മളെയൊക്കെ എപ്പോഴാ തമിഴ്നാട്ടിലേക്ക് വരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, അത് ഞങ്ങൾ പറയാം മോനെ, എന്തായാലും ഇപ്പോൾ വേണ്ട, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തീർത്തായിട്ട് ഞങ്ങൾ പറയാം, ഇപ്പം നമുക്ക് തമിഴ്നാട്ടിൽ ചെന്നൈയിൽ പോയി കൂടാം എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ടേ, കുറേ നാളായി നിങ്ങൾ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഒന്നും
പക്ഷെ ഒന്നും തുറന്നു പറയുന്നില്ലല്ലോ, എല്ലാം പറയാൻ മോനെ എന്ന് പറയാണ്. കിരൺ പറയണ്ട, ഷോ ഈ ഒരു സംഭവം ശരിക്കും മിസ്സായിപ്പോയത് കാരണവർത്തേക്ക് എൻ്റെ അച്ഛനും അമ്മേ എന്ന് പറയാണ്. ഇനി ഒരു ദിവസം അച്ഛനും അമ്മയുടെ വീട്ടിൽ കൂടണം എന്ന് കിരൺ പറയുമ്പോൾ എല്ലാം ശരിയാവും മോനെ, നമുക്ക് അങ്ങോട്ടൊക്കെ പോയിട്ട് ഒരു ദിവസം നിൽക്കാം എന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ പറയുന്നുട്ടോ. ആ സമയത്ത് അവിടേക്ക് താര വരുവാണ്. താര വരുമ്പോൾ തന്നെ ബൈജു പറഞ്ഞതേ താരാൻ്റെ എത്തിയാലോ, കല്യാണത്തിന് വരാൻ പറ്റാത്തവരൊക്കെ അതേ വരുന്നുണ്ട് എന്നിങ്ങനെ പറയാണ്. താരേനടുത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ദീപ് പറയണ്ട, അതിനെ കല്യാണത്തിന് അയാൾ വിളിച്ചില്ലല്ലോ താരേനെ എന്ന് പറയാണ്. മോളെ കൂടി കാണാൻ വേണ്ടിയിട്ടായിരിക്കും താര വന്നതല്ലേ എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയാണ്. അതേന്ന് താര പറയണ്ടേ. നിങ്ങൾ ആദ്യമായിട്ട് കാണണല്ലേ, ഇതായിട്ട് താരാൻ്റെ എന്ന് കല്യാണി പരിചയപ്പെടുത്തുവാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് സരിയും മുകളിൽ നിൽക്കുന്നുണ്ടോ. വന്നു അവള് താര എന്നിനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ മനോഹർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ മോളും ദേ അവളങ്ങോട്ട് വന്നിട്ടുണ്ട്. മനുവേട്ട എനിക്ക് സത്യം കണ്ടുപിടിക്കണം മനുവേട്ട, ഇവിടെ ഇരിക്കണ അമ്മ തന്നെയാണോ എൻ്റെ അമ്മ എന്ന്. എൻ്റെ ഫ്രണ്ട് ആണെങ്കിലും ഫോറൻസിക് റിപ്പോർട്ടിൽ അവളെ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. കിരണിനും കല്യാണിക്കൊക്കെ നല്ല പിടിപാടുള്ളവരാ. അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചതാണെങ്കിലോ അതൊക്കെ തെളിയിക്കണം മനുവേട്ട എന്ന് പറയുമ്പോൾ മോൾക്ക് വേണ്ടി അതൊക്കെ തെളിയിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ സത്യങ്ങൾ കണ്ടുപിടിക്കാം. സത്യമാണ് മനുവേട്ടി പറയേണ്ടത്, സത്യമാണ് മോളെ. നോക്കിയാൽ ഇന്നല്ലെങ്കിൽ നാളെ സത്യമായിട്ട് മോളുടെ ചെവിയിലേക്കും കയ്യിലേക്കും തെളിവടക്കാൻ ഞാൻ കൊണ്ടുവന്ന് തരും. അത് മതി മനുവേട്ട, അത് മാത്രം മതി എനിക്ക് എൻ്റെ മനുവേട്ട മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ്. മനുവേട്ട നമുക്ക് ലോക്കറിലുള്ള സ്വർണ്ണമൊക്കെ എടുത്ത് എവിടെയെങ്കിലും കൊണ്ട് വിറ്റിട്ട് ആ പൈസ ബാങ്കിലേക്ക് ഇട്ടാലോ മോളു? അത് വേണം. മോളുടെ അച്ഛനും അമ്മ അറിഞ്ഞാൽ പ്രശ്നമാവില്ലേ? അവരുടെ വാക്കുകളൊക്കെ ഇനി ആര് നോക്കാനാ മനുവേട്ടൻ? നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്വർണ്ണമൊക്കെ എടുത്ത് വിറ്റിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിക്കാൻ മനുവേട്ടെന്ന് പറയാണ്. മോളു നമുക്ക് എന്താ വെച്ചാൽ നോക്കാം മോളു, നമുക്ക് നോക്കാമെന്ന് പറയാണ്. അങ്ങനെ സരയുനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാട്ടോ. ആലോചിക്കുകയാണ്. ആ സ്വർണ്ണങ്ങൾ 150 പവനുണ്ട്. എങ്ങനെ പോലും 1 കോടിയുടെ മുകളിലുള്ള സ്വർണ്ണങ്ങളാണ്. അതെങ്ങനെയെങ്കിലൊക്കെ വിറ്റിട്ട് ആ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് വേണം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് രക്ഷപ്പെടട്ടെ. ഇവള് പിന്നെ എന്ത് ചെയ്താലും എനിക്കെന്താ എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. ശേഷം മനോഹർ നിലത്തേക്ക് ഇങ്ങനെ പോകുക കേട്ടോ. പോകുമ്പോഴേക്കും ഷാരിയും ഇങ്ങനെ അവിടെ നിൽക്കുമായിരിക്കും. ഷാരിയും അതുപോലെ രാഹുൽ അവിടെ നിൽക്കുമായിരിക്കും. മനോഹർ പറഞ്ഞു, രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഒരു കാര്യം, നിങ്ങൾക്ക് ഭ്രാന്ത് മൂത്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കഴുത്തിനെ കയറി പിടിച്ച് പരസ്പരം ചാവ് എന്ന് പറയാണ്. അല്ല നീ ഇതിപ്പോൾ എങ്ങോട്ടാ പോണത് എന്ന് ഷാരു ചോദിക്കുമ്പോൾ അതോ മോള് കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോകുക എന്നിങ്ങനെ പറയാണ്. അത് അന്വേഷിച്ച് സത്യമാണെന്നുണ്ടെങ്കിലല്ലേ നിങ്ങളുടെ മോളെ ഉടനെ തന്നെ കെട്ടിത്തൂങ്ങി ഫാനിൽ കെട്ടിത്തൂങ്ങി ചാവണത് നിങ്ങൾക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോവാട്ടോ. അത് കേട്ട് ഷാരിയും രാഹുലും കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട്. പിന്നീട് കാണിക്കണ പ്രകാശിനെയാണ്. പ്രകാശ് ഹോസ്പിറ്റലിൽ അങ്ങനെ കിടക്കുന്ന സമയത്ത് രാജപ്പൻ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എടാ എൻ്റെ പൈസ നീ എപ്പോൾ തരോടാ? എൻ്റെ രാജപ്പണ്ണ നോക്ക്, പൈസയ്ക്ക് ഞാൻ തരാം. എടാ നിനക്ക് ചെറിയൊരു നെഞ്ചുവേദന മാത്രമേ ഉള്ളൂ, ഞാൻ ഡോക്ടറെ കണ്ട് സംസാരിച്ചു, വേറെ കുഴപ്പമൊന്നുമില്ല. എടാ നിന്റെ പെമ്മക്കളെയൊക്കെ നല്ല നിലയില കാർത്തികൻ കല്യാണിയൊക്കെ പിടിച്ചാൽ പോലും കിട്ടില്ല. ആ നിലയില അവരുടെ രോമത്തിന്റെ തൊടാനുള്ള അർഹത പോലും നിനക്കില്ലടാ എന്ന് പറയുമ്പോഴേക്കും എൻ്റെ രാജപ്പണ്ണ നിങ്ങളൊന്നും പറയല, എനിക്ക് നെഞ്ചുവേദന എടുക്കും കേട്ടോ എന്ന് പറയുമ്പോൾ എടാ സത്യം പറയുമ്പോൾ നിനക്കെതിരാ നെഞ്ചുവേദന എടുക്കണത്. എടാ ആ കല്യാണിനെയൊക്കെ പൂവിട്ട് പൂജിക്കട. അവളൊക്കെ നീയെ വിചാരിക്കണ പോലെ അല്ലടാ. അവൾ ചെയ്ത് തെറ്റെന്നറിയാം. നിന്റെ മോളായിട്ട് ജനിച്ചു, അതാണ് അവൾ ചെയ്ത് തെറ്റ്. അല്ലാണ്ട് ഒരു തെറ്റും ആ കല്യാണി ചെയ്തിട്ടില്ല. അവളിത് മനസ്സിലാക്കാൻ പറ്റാത്ത നീയൊക്കെ എന്ത് അച്ഛനാടാന്ന് പറയാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിലുണ്ട് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ എന്ന് പറയാണ്. നിങ്ങൾ വിക്രത്തോട് ചോദിച്ചില്ലേ എന്ന് പ്രകാശ് ചോദിക്കുമ്പോൾ അവളുടെ 10 പൈസ ഗുണമില്ലാത്ത അവനോട് ചോദിക്കാനോ? അവനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. മുമ്പ് 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ നിനക്ക് തന്നായിരുന്നു, അതന്ന് കല്യാണിയാണ് തന്നു തീർത്തത്. പക്ഷെ ഇപ്പം അവൾ തരില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നീ എനിക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി തന്നേ പറ്റണ പ്രകാശ, അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ കൊന്നുകളയും എന്ന് പറയുമ്പോഴേക്കും കൊല്ലണ്ട, എന്നെ കൊല്ല്, എനിക്ക് ഇപ്പം ചത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. എടാ നീ ചത്താൽ എനിക്ക് പൈസ ആര് തരോടാ? അതുകൊണ്ട് മാത്രം ഞാൻ ജീവനോടെ വിട്ടിരിക്കണത് എന്നിങ്ങനെ പറയുന്നതായിട്ട് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.